ഹായ് ഹലോ, നമുക്കറിയാം റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അഥവാ RRB RPFന്റെ ഡബിൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. സബ് ഇൻസ്പെക്ടറിന്റെയും കോൺസ്റ്റബിളിന്റെയും ആണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം രണ്ട് നോട്ടിഫിക്കേഷനും സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ടും രണ്ട് എക്സാം ആയിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് എക്സാമിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. ഇതിലെ OBC കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവർക്കുള്ള ഒരു ഡൗട്ടാണ്, ഞാൻ OBC NCL വിഭാഗത്തിൽ പെടുന്ന ആളാണോ, എങ്ങനെയാണ് OBC NCL സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യേണ്ടത്, എക്സാമിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ OBC NCL സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഞാനിവിടെ പറയാൻ പോകുന്നത് എന്താണ് OBC NCL എന്ന് പറയുന്നത്. OBC എന്ന് പറയുന്നത് അതർ ബാക്ക്വേർഡ് ക്ലാസ് ആണ്. അതായത് നാഷണൽ കമ്മീഷൻ ഫോർ, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് എന്ന് പറയുന്ന സൈറ്റിൽ അതിൽ കേരളത്തിലെ ഏതൊക്കെയാണ് OBC കമ്മ്യൂണിറ്റിയുടെ അണ്ടറിൽ വരുന്നത് എന്നുള്ള ഒരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, ആ ലിസ്റ്റ് ഞാനിവിടെ പറയുന്നുണ്ട്, അതിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ വെരിഫൈ ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി അതിലുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്, OBC ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ എന്താണ് ഈ NCL അഥവാ നോൺ ക്രിമിലെയർ എന്ന് പറയുന്നത്. നോൺ ക്രിമിലെയർ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. എല്ലാ OBC-കാരും നോൺ ക്രിമിലെയർ അല്ല, ചില OBC-കാർ മാത്രമാണ് ചില വിഭാഗത്തിൽ അല്ലെങ്കിൽ ചില ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ NCL ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ പറയുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് എന്ന് പറയുന്ന സൈറ്റിലെ കേരളത്തിലെ ഏതൊക്കെ വിഭാഗമാണ് OBC, ഏതൊക്കെ കമ്മ്യൂണിറ്റിയാണ് OBC വിഭാഗത്തിൽ പെടുന്നത് എന്നുള്ളതാണ് ഈ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് 83 ലിസ്റ്റ് ഉണ്ട്, 83 കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അത് നമ്മൾ ഇവിടെ ഒരു 5 to 6 ലിസ്റ്റ് ആയിട്ടാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഇതിലെന്താണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നിങ്ങൾ OBC ആണോ എന്നുള്ളവർക്ക് ഡൗട്ട് ഉള്ളവർക്ക് അത് നോക്കാവുന്നതാണ്. പിന്നെ പറയുന്നതാണ് എന്താണ്, നമുക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്ന റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിലേക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്നത് SC ST അതുപോലെ OBC അതൊക്കെ ആ ലിസ്റ്റിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ആ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള റിസർവേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് എന്ത് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്നത്. ഏത് എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ, റെയിൽവേ എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ. ഓക്കെ ആണല്ലോ. അതപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് വെരിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ എന്താണ് ഈ NCL എന്ന് പറയുന്നത്, നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക ഞാൻ OBC നോൺ ക്രിമിലെയർ വിഭാഗത്തിൽ പെടുന്ന ആളാണോ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇത്രയുള്ള മക്കളെ സിമ്പിളാണ്. നിങ്ങൾ OBC വിഭാഗത്തിൽ പെടുന്ന ആളാണ് എങ്കിൽ നിങ്ങളുടെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 8 ലക്ഷത്തിന് താഴെയാണ്. നിങ്ങളുടെ പേരൻസിന്റെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത്, വാർഷിക വരുമാനം എന്ന് പറയുന്നത് 8 ലക്ഷത്തിനും താഴെയാണെങ്കിൽ നിങ്ങൾ എന്താണ്, OBC NCL വിഭാഗത്തിൽ പെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് OBC NCL സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? ഇവിടെയുള്ള ഒരു എക്സെപ്ഷണൽ കേസുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പേരന്റ് എന്താണ് ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ആ ഗവൺമെന്റ് എംപ്ലോയി ആയിട്ടുള്ള പേരന്റ് വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയിലോ വിഭാഗത്തിലോ പെടുന്ന ആളാണ്, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അതേപോലെ തന്നെ 40 വയസ്സിന് മുമ്പ് ഗവൺമെന്റ് സർവീസിൽ നിങ്ങളുടെ പേരന്റ് ജോലി ചെയ്യും, ഗവൺമെന്റ് സർവീസിലേക്ക് 40 വയസ്സിന് മുമ്പ് കയറിയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ യു ആർ ഡെഫിനറ്റ്ലി ബിലോങ്സ് ടു ക്രിമിലെയർ, അതായത് നിങ്ങൾ OBC NCL അല്ല, അങ്ങനെയാണ് പറയുന്നത്. പിന്നെ പറയുന്നത് നിങ്ങളുടെ പേരൻസ് എന്താണ് ഗവൺമെന്റ് എംപ്ലോയി അല്ല, പക്ഷേ വാർഷിക വരുമാനം എന്ന് പറയുന്നത് 8 ലക്ഷത്തിന് മുകളിലാണ് എങ്കിൽ, 8 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേ വേണ്ട, നിങ്ങൾ നോൺ ക്രിമിലെയർ അല്ല, ക്രിമിലെയർ ആണ്. അതായത് നിങ്ങൾക്ക് OBC NCLന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. വാർഷിക വരുമാനം 8 ലക്ഷത്തിന് താഴെ ആയിരിക്കണം, നിങ്ങൾ OBC ആയിരിക്കണം. OBC ആയവർക്ക് മാത്രമാണ് നോൺ ക്രിമിലെയർ എന്ന് പറഞ്ഞുള്ള ഒരു വിഭാഗത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. OBC NCL ആവണമെങ്കിൽ വാർഷിക വരുമാനം 8 ലക്ഷത്തിനും താഴെ ആയിരിക്കണം, ആനുവൽ ഇൻകം 8 ലാഖിന് താഴെ ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? സോ നമ്മൾ OBC NCLന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന OBC NCL സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, ഒരു സർട്ടിഫിക്കറ്റ് നമ്പർ ഉണ്ടായിരിക്കും, ഇവിടെ എന്തുണ്ടായിരിക്കും, ഒരു QR കോഡ് ഉണ്ടായിരിക്കും. സർട്ടിഫിക്കറ്റ് നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ പേരുണ്ടായിരിക്കും, നിങ്ങളുടെ ഡീറ്റെയിൽസ്, എൻ്റയർ അഡ്രസ് ആൻഡ് ഡീറ്റെയിൽസ് എന്തുണ്ടായിരിക്കും ഈ ഒരു സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് ഇവിടെ ഉണ്ടായിരിക്കും. ഈ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, സർട്ടിഫിക്കറ്റ് നമ്പറും ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇഷ്യൂയിങ് അതോറിറ്റി ഏതാണ് എന്നുള്ളത്
ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആയിരിക്കും എന്തുണ്ടായിരിക്കുക, OBC NCL സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കുക. ഈ ഫോർമാറ്റിൽ തന്നെയാണ് റെയിൽവേ ഡിമാൻഡ് ചെയ്യുന്നതും. റെയിൽവേയുടെ ലൈക്ക് അവർ സെപ്പറേറ്റ് ഒരു ഫോർമാറ്റ് ഉണ്ട്, പക്ഷേ ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റി തരുന്ന സർട്ടിഫിക്കറ്റും ആ ഒരു കറക്റ്റ് ഫോർമാറ്റ് തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റിയും തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് റെയിൽവേ എക്സാമുകൾക്കായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്തും എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസിനും വേണ്ടി നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. ദിസ് ഈസ് OBC NCL സർട്ടിഫിക്കറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് OBC NCL വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരാണെങ്കിൽ അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? രണ്ട് കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഏജ് റിലാക്സേഷൻ ആൻഡ് റിസർവേഷൻ. ഏജ് റിലാക്സേഷനിലും റിസർവേഷനിലുമാണ് നമുക്ക് എന്തുള്ളത്, OBC NCL സർട്ടിഫിക്കറ്റിന്റെ ബെനിഫിറ്റ്സ് ഉള്ളത്. ഓക്കെ അല്ലേ? പിന്നെ നമുക്കറിയാം എക്സാമിന്റെ ലാസ്റ്റ് ഡേറ്റും എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള RPFന്റെ SIക്കും കോൺസ്റ്റബിളിനും അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് മന്ത് 14th ആണ്. അതായത് മെയ് 14 എന്തായിരിക്കണം, നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ എന്തുണ്ടായിരിക്കണം, OBC NCL സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. കാരണം അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സർട്ടിഫിക്കറ്റിന്റെ നമ്പറും അവിടെ കൊടുക്കാനുണ്ട്, ഇഷ്യൂ ചെയ്ത അതോറിറ്റി നമ്മൾ കൊടുക്കാനുണ്ട്, ഇഷ്യൂ ചെയ്ത ഡേറ്റും നമ്മൾ അവിടെ ഈ 3 കോളം നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ OBC NCL സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? സോ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് 14 പറഞ്ഞു. 15 തൊട്ട് 24 വരെ അതിലെന്തെങ്കിലും കറക്ഷൻസ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഡേറ്റ് ആണ് 15 തൊട്ട് 24 വരെ. പിന്നെ പറയുന്നത് ഇത് നമ്മൾ എന്താ പറയുക, RPFന്റെ എക്സാമിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ വരുന്ന ഒരു ഇന്റർഫേസ് ആണ് കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസിൽ നമ്മൾ കൊടുക്കുന്ന കമ്മ്യൂണിറ്റി എന്താ, ഞാനിവിടെ OBCയുടെ കാര്യം മാത്രമാണ് പറയുന്നത് കേട്ടോ. OBC അതർ ബാക്ക്വേർഡ് ക്ലാസ്സിൽ പെടുന്ന വിഭാഗമാണെന്ന് കൊടുക്കണം. ഡു യു കം അണ്ടർ OBC നോൺ ക്രിമിലെയർ? നോ എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് നമ്പർ, ഇഷ്യൂയിങ് അതോറിറ്റിയും ഡേറ്റ് ഓഫ് ഇഷ്യൂ ഒന്നും കൊടുക്കണ്ട. പക്ഷെ നമ്മൾ NCL വിഭാഗത്തിൽ പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ യെസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം, സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കണം. അതായത് മനസ്സിലായില്ലേ, എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ എന്തുണ്ടായിരിക്കണം, OBC NCL സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇല്ല എങ്കിൽ നമ്മൾ എന്താണ്, നമ്മൾ യെസ് കൊടുത്താലും നമുക്ക് സർട്ടിഫിക്കറ്റ് നമ്പറും ഇഷ്യൂയിങ് അതോറിറ്റിയും ഡേറ്റ് ഓഫ് ഇഷ്യൂവും കൊടുക്കാൻ പറ്റില്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ NCL വിഭാഗത്തിൽ പെടുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും OBC NCL സർട്ടിഫിക്കറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഇഷ്യൂയിങ് അതോറിറ്റി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ഇഷ്യൂ, ആ സർട്ടിഫിക്കറ്റ് ഡേറ്റ് ലൈക്ക് ഇഷ്യൂ ചെയ്ത ഡേറ്റ് ആ സർട്ടിഫിക്കറ്റിന്റെ താഴെ ഉണ്ടായിരിക്കും, അതും നമ്മളിവിടെ കൊടുക്കണം. പിന്നെ ഇഷ്യൂയിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളയാണ്, അത് നമുക്കറിയാം. പിന്നെ ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റി, ദർ ഇസ് എ ലിസ്റ്റ് ഓഫ് അതോറിറ്റീസ്. സോ അഡീഷണൽ ചീഫ് പ്രസിഡൻസി മജിസ്ട്രേറ്റ്, കളക്ടർ, ഡെപ്യൂട്ടി കളക്ടർ, ഡെപ്യൂട്ടി കമ്മീഷണർ, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് തുടങ്ങി തഹസിൽദാർ വരെയുണ്ട്. നമുക്ക് അറിയാം, നമ്മൾ പൊതുവെ OBC NCL സർട്ടിഫിക്കറ്റ് നമ്മൾ എടുക്കുക, തഹസിൽദാർ ആയിരിക്കും അതിന്റെ ഇഷ്യൂയിങ് അതോറിറ്റി എന്ന് പറയുന്നത്. താലൂക്ക് ഓഫീസിൽ നിന്നാണ് നമുക്ക് അത് കിട്ടുക. അത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്, നോക്കാം. സോ ഈ OBC NCL സർട്ടിഫിക്കറ്റ് ഞാൻ പറഞ്ഞു, നമുക്ക് അത് എക്സാം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ വേണം. അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സൈറ്റിൽ കൊടുക്കുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ഡോക്യുമെന്റ്, അതായത് ആ സെയിം ഡോക്യുമെന്റ് തന്നെ നമുക്ക് എപ്പോഴും വേണം. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത്, അതായത് CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉള്ളപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് എന്തായിരിക്കണം, അത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ ആയിരിക്കണം. അതായത് സെയിം സർട്ടിഫിക്കറ്റ് നമ്പറും ഡേറ്റ് ഓഫ് ഇഷ്യൂവും അതുപോലെ തന്നെ ഇഷ്യൂയിങ് അതോറിറ്റിയും സെയിം തന്നെ ആയിരിക്കണം. അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ളത് തന്നെയായിരിക്കണം. നമ്മളവിടെ വെരിഫിക്കേഷന്റെ സമയത്ത് ഡയറക്റ്റ് ആയിട്ട് ഹാർഡ് കോപ്പി ആയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതും. ക്ലിയർ ആണല്ലോ? ആ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അതിന്റെ ഒരു ഫോർമാറ്റ് ആണ് ഇത് അനക്ഷർ 2 പറയുന്നത്. OBC NCL കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള അനക്ഷർ 2 പറയുന്ന സെയിം ഫോർമാറ്റിൽ തന്നെയായിരിക്കണം എന്തെന്ന് പറയുന്നത്, OBC NCL സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഒന്നുമില്ല മക്കളെ, അതായത് നിങ്ങൾക്ക് ഗവൺമെന്റിന്, അതായത് ഇഷ്യൂ ചെയ്ത അതോറിറ്റി ആയിട്ടുള്ള തഹസിൽദാറിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റിന്റെ സെയിം ഫോർമാറ്റ് തന്നെയാണ് എന്ത് പറയുന്നത്, റെയിൽവേ ഡിമാൻഡ് ചെയ്യുന്നതും. അതിലൊന്നും ഒരു ഡൗട്ടും വേണ്ട. ഓക്കെ അല്ലേ? സോ പിന്നെന്താണെന്നുണ്ടെങ്കിൽ ഈ ഫോർമാറ്റ് ആയിരിക്കും NCL സർട്ടിഫിക്കറ്റിന് ഉണ്ടായിരിക്കുക. അതിൽ പറയുന്നത് ദിസ് ഈസ് ഓൾസോ ടു certify that he or she does not belongs to ക്രിമിലെയർ വിഭാഗത്തിൽ പെടുന്ന ആളല്ല എന്ന് പറയുന്ന ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും. ഇങ്ങനെയായിരിക്കും സർട്ടിഫിക്കറ്റിലുള്ള ആ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ.
പിന്നെ ഇതാണ് റെയിൽവേ ഡിമാൻഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, നമ്മൾ തഹസിൽദാറിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന സെയിം ഡീറ്റെയിൽസ് തന്നെയാണ് റെയിൽവേ ഡിമാൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊരു കൺഫ്യൂഷൻ വേണ്ട. അതിൽ ഡേറ്റ് ഉണ്ടായിരിക്കും, അതിൽ ആരാണെന്നുണ്ടെങ്കിൽ ആ ഒരു നെയിമും ഓഫീസ് സീലും ഇവിടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ് സർട്ടിഫിക്കറ്റ് ഡേറ്റ്, സർട്ടിഫിക്കറ്റ് നമ്പർ, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് എന്തായിരിക്കും ഇതിലുണ്ടായിരിക്കും. നിങ്ങളുടെ പേര്, അഡ്രസ്സ്, ഡീറ്റെയിൽസ് മൊത്തം ഇതിലുണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് തന്നെയാണ് തഹസിൽദാറിന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ സെൽഫ് ഡിക്ലറേഷൻ ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഡോക്യുമെന്റ് കൂടി ഉണ്ട്. ഇവിടെ വേറെ ഒന്നുമില്ല, നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും കൊടുക്കുക, നിങ്ങളുടെ സൈൻ ചെയ്യണം, പേര് ഇവിടെയും കൊടുക്കണം, ഇവിടെ RRBയുടെ റോൾ നമ്പറും, നമ്മളൊരു സെൽഫ് ഡിക്ലറേഷൻ ഫോം നമ്മൾ തന്നെ സൈൻ ചെയ്തിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്ത് OBC NCL കാൻഡിഡേറ്റ്സ് OBC NCL ഒറിജിനൽ സർട്ടിഫിക്കറ്റിന്റെ ഒപ്പം ഈ സെൽഫ് ഡിക്ലറേഷൻ ഫോമും കൂടെ ഫില്ല് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? സോ പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ പൊതുവെ അക്ഷയ സെന്ററുകൾ വഴിയാണ് നമ്മൾ OBC NCL സർട്ടിഫിക്കറ്റിനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ വേണ്ട മിനിമം ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാനായിട്ട് SLC സർട്ടിഫിക്കറ്റ് വേണം, ലാൻഡ് ടാക്സ് റെസിപ്റ്റ് വേണം, അതേപോലെ തന്നെ റേഷൻ കാർഡ്, സാലറി സർട്ടിഫിക്കറ്റ്, ആരുടെ പേരൻസിന്റെ സാലറി സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്. ഇനി സാലറി സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു വർക്കാണ് പേരൻസിനെന്നുണ്ടെങ്കിൽ എന്താണ്, യു ക്യാൻ ഗോ വിത്ത് റേഷൻ കാർഡ് മാത്രം മതിയായിരിക്കും. അതിൽ നമ്മുടെ വാർഷിക വരുമാനം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആണല്ലോ. ആധാർ കാർഡും ഉണ്ടായിരിക്കണം. ഇത്രയും മിനിമം ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ എന്തിനു കൊണ്ടുവേണ്ടത്? OBC NCL സർട്ടിഫിക്കറ്റിനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് അക്ഷയ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഷുവർ ആണല്ലോ? സോ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അപ്ലിക്കേഷൻ നമ്പർ നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് ആയിട്ട് വരും. ആ അപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ട് നമ്മൾ നമ്മുടെ OBC NCL സർട്ടിഫിക്കറ്റിന്റെ സ്റ്റാറ്റസ് നമുക്ക് അറിയാൻ പറ്റും. അതിനുള്ള സൈറ്റാണ് എന്തെന്ന് പറയുന്നത് ഈ ഡിസ്ട്രിക്ട് കേരള, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കൂടെയുള്ള ഈ ഡിസ്ട്രിക്ട് കേരള എന്ന് പറയുന്ന സൈറ്റ് ആയിരിക്കും എന്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുക, അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അറിയാനും അതേപോലെ തന്നെ OBC NCL സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു സൈറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് വരുന്ന മെസ്സേജിൽ തന്നെ ഈ സൈറ്റിന്റെ ലിങ്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തേനെ നിങ്ങൾക്ക് ഈ ഒരു പോർട്ടലിലേക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾ വറീഡ് ആവണ്ട. ഇവിടെ സർവീസിൽ നമ്മൾ കൊടുക്കേണ്ടത് സർട്ടിഫിക്കറ്റ് സർവീസസ് എന്ന് കൊടുക്കണം. സെലക്ട് ദ സർട്ടിഫിക്കറ്റ് ടൈപ്പിൽ നമ്മൾ നോൺ ക്രിമിലെയറും അപ്ലിക്കേഷൻ നമ്പറും കൊടുത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ഡൗൺലോഡ് OBC NCL സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് ആണ് ഞാൻ മുന്നേ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ക്ലിയർ ആണല്ലോ? സോ ഇങ്ങനെ നമ്മൾ OBC NCL സർട്ടിഫിക്കറ്റ് എടുത്തുള്ള ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞു. ഏജ് റിലാക്സേഷനും റിസർവേഷനും ആണുള്ളതെന്ന് ഞാൻ പറഞ്ഞു. ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത് ഓൺലി OBC നോൺ ക്രിമിലെയർ കാൻഡിഡേറ്റ്സിന് മാത്രമുള്ള, എല്ലാ OBC-കാർക്കും ഇല്ല. നോൺ ക്രിമിലെയർ വിഭാഗത്തിൽ പെടുന്ന ആൾക്കാർക്ക് മാത്രമാണ് 3 വർഷം 3 ഇയർ ഏജ് റിലാക്സേഷൻ ഉള്ളത്. ക്ലിയർ ആണല്ലോ? OBC എല്ലാ OBC-കാർക്കും ഇല്ല. ക്രിമിലെയർ വിഭാഗത്തിൽ പെടുന്ന OBC-കാർക്ക് ഏജ് റിലാക്സേഷൻ ഇല്ല എന്നുള്ളതാണ് റെയിൽവേ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? സെറ്റാണല്ലോ? അപ്പോൾ നമ്മൾ അടുത്തത് നോക്കുന്നത് റിസർവേഷനിൽ പറയുന്നുണ്ട് OBC-ക്ക് എത്രയാണ്? 104 സീറ്റാണ് മെയിൽ വിഭാഗത്തിൽ പറയുന്നത്. ഏതാണ് ഇത് സബ് ഇൻസ്പെക്ടർ മാത്രമാണ് ഞാൻ പറയുന്നത്, SIയുടെ മാത്രമാണ് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? പിന്നെ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ OBC 18 സീറ്റ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് OBC NCL എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ സിമ്പിളാണ് മക്കളെ. ഒന്ന് ബ്രീഫായിട്ട് ഞാൻ ഒന്നും കൂടെ പറയാം. OBC NCL സർട്ടിഫിക്കറ്റ് നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. കാരണം എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ അവർ സർട്ടിഫിക്കറ്റ് നമ്പറും ഡേറ്റ് ഓഫ് ഇഷ്യൂയിങ് അതോറിറ്റിയുടെ പേരും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. സെയിം സർട്ടിഫിക്കറ്റ് തന്നെയാണ് നമ്മൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്തും നമ്മൾ കൊണ്ടുപോവേണ്ടത്. ക്ലിയർ ആണല്ലോ? സോ OBC NCL എന്ന് പറയുന്നത് OBC വിഭാഗത്തിൽ പെടുന്ന 8 ലക്ഷം പ്രതിവർഷ വരുമാനമുള്ള, അതായത് വാർഷിക വരുമാനം എന്ന് പറയുന്നത് 8 ലക്ഷത്തിന് താഴെയുള്ള പേരൻസ് ഉള്ള കുട്ടികൾ, ലൈക്ക് അവർക്കാണ് എന്തെന്ന് പറയുന്നത് OBC NCL കാറ്റഗറിയിൽ പെടുന്നത്. ഓക്കെ ആണല്ലോ? 8 ലക്ഷത്തിന് മേലെയാണ് നിങ്ങൾ OBC ആണെങ്കിലും 8 ലക്ഷത്തിന് മേലെയാണെങ്കിൽ നിങ്ങൾ നോൺ ക്രിമിലെയർ അല്ല, ക്രിമിലെയർ ആണ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് OBC NCL ആൻഡ് താങ്ക് യു. All the best.